ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെന്താണെന്നെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ വ്ളോഗ് കാണാം. അപ്പോൾ വ്ളോഗ് ഇഷ്ടമായാലും എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ. എന്തെങ്കിലും സ്മൈലിയോ എന്തെങ്കിലും ആയിട്ട് കമൻറ്റും കൂടി ചെയ്യാം. അപ്പോൾ ഇതാ നമുക്ക് വ്ളോഗ് ഒന്ന് കണ്ടുവെക്കാം. അപ്പോൾ ഇത് നമ്മൾ വ്ളോഗ് എടുക്കുന്നതിൻ്റെ തലേന്നത്തെ ദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ തലേന്നൊരു വൈകുന്നേരം നമുക്ക് ഇതുപോലെ കുറച്ച് ചോക്ലേറ്റ്സ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെൻ്റെ കസിന് നാട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഹസ്ബൻഡ് കുറച്ച് ചോക്ലേറ്റും പിന്നെ എനിക്ക് മെയിനായിട്ടൊരു ട്രൈപ്പോഡും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും ട്രൈപ്പോഡെല്ലാം എൻ്റെ മുമ്പെല്ലാം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ട്രൈപ്പോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നും ഒരു പറ്റുന്നേ ഇല്ല. കാരണം നമ്മളിങ്ങനെ കൈമ പിടിച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് പണിയല്ലേ. അപ്പോൾ പിന്നെ ട്രൈപ്പോഡെല്ലാം കിട്ടിയ പിന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത് കേട്ടോ. അപ്പം ഇതാ നമ്മളെ ചോക്ലേറ്റ് എല്ലാം എടുത്തിട്ടൊന്ന് ഓഹരിയാക്കലാണ് കേട്ടോ എല്ലാവരും. അതായത് ഇങ്ങനത്തെ ചോക്ലേറ്റ്സ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഫെറാറോ റോച്ചർ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഡിമാൻഡല്ല ആ ഒരു ചോക്ലേറ്റ്സിന്. അപ്പോൾ നമ്മൾ മക്കൾസും ഞാനും നമ്മളെല്ലാവരും കൂടി അതെല്ലാം അങ്ങനെ കഴിച്ച് അന്നത്തെ ദിവസം അങ്ങനെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് കിട്ടാനൊരു പ്രത്യേക കാരണം ഈ ഒരു ഞാൻ ഈ വ്ളോഗ് എടുത്തതിൻ്റെ പിറ്റേ ദിവസം ഉണ്ടല്ലോ, തലേന്നാണിത്. അപ്പോൾ പിറ്റേ ദിവസം ചെറിയൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ ആ ഒരു ദിവസമാണ് നമ്മളെ ആ ഒരു 4th ഡേ സെലിബ്രേഷൻ കേട്ടോ. സെലിബ്രേഷൻ എന്നൊന്നും പറയാനില്ല, നമുക്ക് ആ ഒരു ദിവസം നല്ല കുളിച്ച് കുപ്പായലിട്ട് നമുക്കൊന്ന് ന്യൂ ഡ്രസ്സെല്ലാം ആക്കിയിട്ട് നമുക്കൊന്ന് മുറ്റത്തെല്ലാം ഇറങ്ങലും അങ്ങനെയെല്ലാം ആയിട്ട് ചെറിയ പരിപാടിയാണ്. അപ്പം ആ ഒരു ദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ പിറ്റേന്നത്തെ ദിവസമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ എണീച്ച് ഞാനങ്ങനെ രാവിലെ എണീക്കൽ കുറവാണ്. മക്കൾ സ്കൂളിലേക്ക് പോകാനാകുന്ന ആ ഒരു ടൈമിനാണ് കേട്ടോ ഞാൻ എണീക്കൽ. കാരണം നമ്മൾ ബേബിയെല്ലാം ഉറങ്ങി കുഞ്ഞ് ഉറങ്ങാനെല്ലാം കുറേ ഇതല്ലേ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എണീച്ചുകൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ പിന്നെ കുറച്ച് ലേറ്റായിട്ട് അങ്ങനെ എണീക്കലാണ്. അപ്പോൾ ഇത് രാവിലെ നമ്മളെ ചായര കടിയെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ പഴം വാട്ടിയതുണ്ടല്ലോ, കായ് വാട്ടിയത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കലാണ്. അപ്പോൾ ഇതാ നമ്മളെ ചായയുടെയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളേന്നല്ല, എൻ്റെ ചായയുടെയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ ഇവരെ ലഞ്ച് ബോക്സ് എല്ലാം ഒന്ന് റെഡിയാക്കി കൊടുക്കലാണ്. അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് പാത്രത്തിൽ എനിക്ക് തന്നെ ഇടണം കേട്ടോ. അതാണ് എനിക്ക് ഇവർ എത്ര പേർ കഴിക്കുന്നാലും എനിക്കങ്ങനെയാണ്. ഞാൻ തന്നെ ടിഫിൻ ബോക്സിൽ ഇടയ്ക്ക് ഉമ്മ എല്ലാം റെഡിയാക്കും. പക്ഷേ ഇവരെ ഈ ഒരു ബോക്സിൽ ഞാൻ കിട്ടാലാന്നൊരു ഇതാവൽ. അപ്പോൾ ഇനി ഇവരെ ലഞ്ച് ബോക്സെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ അന്നത്തെ ദിവസം സ്കൂളിലൊരു ദിവസമാണ് ഈ ഒരു വ്ളോഗ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഫംഗ്ഷനും കാര്യങ്ങളൊന്നുമല്ല, ഇത് ചെറിയ രീതിയിലുള്ളതാണ്. നമ്മൾ ആ ഒരു നാപ്പോളിന്നില്ല ആ ഒരു ചടങ്ങല്ല കേട്ടോ ഇത്. ഈ ഒരു ചടങ്ങ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ വയ്യെ പറഞ്ഞുതരാം. അപ്പോൾ ഇതാ നമ്മൾ ലഞ്ചെല്ലാം ഒന്ന് റെഡിയാക്കലാണ്. അപ്പോൾ ഇത് ലഞ്ച് എന്ന് പറയാൻ കഴിയില്ല, നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇവർക്ക് ഉച്ചക്ക് കഴിക്കാനും കൊടുക്കൽ. ഇവരങ്ങനെ ചോറ് കഴിക്കൽ കുറവാണ്. അപ്പം ചോറാക്കിയ ദിവസം കഴിക്കാതെയൊന്നുമില്ല. പക്ഷേ ഇവർക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ രാവിലത്തെ നമ്മൾ ആ ഒരു നാസ്ത ഉണ്ടല്ലോ, നമ്മൾ കത്തലാക്കുന്ന ആ ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇവർക്ക് ഇഷ്ടം. അപ്പോൾ ഇന്ന് നമ്മളെ പത്തിലും ആ ഒരു മുട്ട വറുത്തതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും റെസിപ്പീസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഞാനങ്ങനെ കുക്കിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതേ ഇല്ല, എല്ലാം ഉമ്മാവും എല്ലാവരും കൂടി ആക്കുന്നതല്ലേ. അപ്പോൾ ഞാനങ്ങനെ കുക്കിങ്ങിലേക്കെല്ലാം വരുന്നത്ര ഇൻഷാ അല്ലാഹ് എല്ലാം വരണം. ഇപ്പം എല്ലാവരും അടച്ച് കൂട്ടിയൊരവസ്ഥയാണ് കേട്ടോ. ഒരു വർഷമായിട്ട് ഞാൻ ഫുഡൊന്നും ഞാൻ ഉണ്ടാക്കലേ ഇല്ല. ഒരു വർഷത്തോളമായി ഒന്നും ആക്കാത്ത. കാരണം ഗൾഫിലുള്ള സമയത്തും നമ്മൾ ആ ഒരു ഉമ്മ ഉണ്ടല്ലോ, അപ്പോൾ ഉമ്മ ഇല്ലോണ്ട് തന്നെ ഉമ്മയാണ് എല്ലാം ആക്കൽ. പിന്നെ ഞാൻ പ്രഗ്നൻ്റായി, പിന്നെ എനിക്ക് ഫുള്ള് ക്ഷീണവും കാര്യമെല്ലാം ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അങ്ങനെ കിച്ചണിലേക്ക് എന്ന് പറഞ്ഞത് കയറിയിട്ടേ ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഫുഡിൻ്റെ ആ ഒരു ഭാഗമേ ഞാൻ ചിന്തിക്കലില്ല. അപ്പോൾ ഇതാ നമ്മളെ ലഞ്ചെല്ലാം നമ്മൾ ഈ ഒരു ടിഫിൻ ബോക്സ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് കുറേ നാളായില്ലേ നമ്മൾ വീഡിയോസ് എല്ലാം ഇങ്ങനെ ചെയ്തിട്ട്. അപ്പം ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ആ ഒരു ഫ്ലോ അങ്ങ് വിട്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ പറയാനൊരു
ഇൻഷാ അല്ലാ റെഡിയാക്കി എടുക്കണം. അപ്പോൾ കുറേ ആയില്ല നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ വേറെ തന്നെ ഒരു ഇതാണ്. അപ്പോൾ ഇതാ നമ്മളെ അതെല്ലാം ഒന്ന് റെഡിയാക്കി. ഇനിയിപ്പം മൂത്താൾ ഈ ബാഗിൽ തന്നെയാണ് കേട്ടോ എല്ലാം കൊണ്ടുപോലും. ഓനിക്ക് അങ്ങനെ ലഞ്ച് കിറ്റൊന്നും കൊണ്ടുപോകാൻ ഇഷ്ടമല്ല എന്നല്ല, ഓനെ അതെല്ലാം ഇങ്ങനെ പിടിച്ച് കൊണ്ടുപോലെ ഒരു പണിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഓൻ്റെ ബാഗിൽ തന്നെയാണ് കേട്ടോ വെക്കൽ. അപ്പോൾ ചെറിയ ആൾക്ക് ഞാനിങ്ങനെ ലഞ്ച് കിറ്റ് തന്നെ ആയി കൊടുക്കലാണ്. പിന്നെ ഹംദാൻ എല്ലാം ഒന്ന് റെഡിയാകുന്നുണ്ട്. അപ്പോൾ ഹംദാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓനിക്ക് ഒറ്റയ്ക്ക് തന്നെ ഡ്രസ്സെല്ലാം ആക്കണം കേട്ടോ. അതാണ് ഓന് ഭയങ്കര ഇഷ്ടം. ഇപ്പം ആ ഒരു ഇഷ്ടം കാണുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ഓന് ചെറുപ്പത്തിൽ ഓനിക്ക് ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യാനാണ് ഇഷ്ടം. പക്ഷേ ഈ ഒരു ബസ്സിൻ്റെ ടൈമും ഇതുവരെ ഈ ഡ്രസ്സാക്കലും കൂടി ആകുമ്പം ടൈം കിട്ടൂല. അപ്പം ഞാനിടയ്ക്ക് ഓന് നേരത്തെ നമ്മൾ റെഡിയാക്കിയിട്ട് ഡ്രസ്സും ഷൂസും അതെല്ലാം എടുത്തു കൊടുക്കും. അപ്പം പിന്നെ ഓനിക്ക് സമാധാനത്തിൽ ഇടാമല്ലോ. ഇല്ലെങ്കിൽ നമ്മൾ ഇടാനാണെങ്കിൽ സമ്മതിക്കുകയും ചെയ്യില്ല. ഇത് ബസ്സാണെങ്കിൽ വരാനും ആകുമ്പം ഭയങ്കര ഒരു ഒരു തിരക്കാണ് ആ ഒരു ടൈമിൽ. അപ്പോൾ അവനോട് ഞാൻ ഇന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ എല്ലാം എടുക്കാമെന്ന് പറഞ്ഞ നേരം നല്ല ഇൻട്രസ്റ്റോടുകൂടി അവിടെ ഇരുന്ന് തന്നതാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ ഇതാ നമ്മളങ്ങനെ ബസ്സിനെല്ലാം ഒന്ന് വെയിറ്റാക്കി നിൽക്കുന്നുണ്ട് കേട്ടോ മോന്. പിന്നെ ഈ ഒരു സമയത്ത് ഇന്ന് പിന്നെ മഴയായതുകൊണ്ട് ഷൂസൊന്നും ഇടേണ്ട ആവശ്യമില്ല. മഴക്കാലത്ത് അങ്ങനെ ഷൂസൊന്നും നമ്മളെ നാട്ടിൽ വേണ്ടല്ലോ. അപ്പം അവരങ്ങനെ സ്കൂളിലെല്ലാം പോയി. ആ ഒരു സ്കൂളിൽ പോകുന്ന ഇതൊന്നും പിന്നെ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. ആ ഒരു ജഗബോഗ ടൈമാണ് കേട്ടോ അതെല്ലാം. ഇനിയിപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡെല്ലാം ഒന്ന് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മന്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. അപ്പോൾ മന്തിക്കില്ല ഒരു പ്രിപ്പറേഷൻസും കാര്യങ്ങളെല്ലാം ഇടുന്ന് റെഡിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് വന്നിട്ട് അങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇത്. പിന്നെ ഒരു ഫ്രൈഡേ ആണ് കേട്ടോ ഈ ഒരു വ്ളോഗ് എടുത്തിട്ടുള്ളത്. അപ്പം ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും മന്തി ഉണ്ടാക്കുക. കാരണം മക്കൾ സ്കൂളിലേക്ക് അങ്ങനത്തെ അല്ലേ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർക്ക് വരുമ്പം കൊടുക്കുകയും ചെയ്യും. ഉച്ചക്കും രാത്രിക്കേക്കെല്ലാം ആയിട്ടെ ഈ ഒരു ഫുഡ് ഇങ്ങനത്തെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ആക്കിയാൽ പിന്നെ രാത്രി വരെ, അതായത് ചിലപ്പോൾ പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റും കൂടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നീട്ടി അങ്ങനെ ആക്കലാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം അങ്ങനെ കഴിഞ്ഞ് ഇനിയിപ്പം നമ്മൾ നേരെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ മക്കൾ പോയി കഴിഞ്ഞാലും ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് റൂമെല്ലാം ഒന്ന് ഒതുക്കി പറക്കി ഒരുപാട് ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കലാണ്. ഇപ്പം ഇതാ ഈ ഒരു റൂം മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം റൂം ഫുള്ളായിട്ടൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. കുറേ പേപ്പറും കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. പിന്നെ ഞാൻ ഫോണെല്ലാം അവിടെ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആയിഷു സ്കൂളിലേക്ക് പോകാൻ റെഡിയാകലാണ് കേട്ടോ. അപ്പോൾ അവളുടെ അടുത്തുള്ളൊരു സ്കൂളൊരു രീതിയിൽ അങ്ങനെ പഠിക്കലാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്കൂളിൽ പോകാനായിട്ട്. ഇപ്പം ഇഷ്ടം കാണുന്നുണ്ട്, ഇനി എന്താണെന്നറിയില്ല. അപ്പം ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ അവളെ ചേർത്തിയതാണ്. അവൾക്ക് ചേർക്കാനൊന്നും ആയിട്ടില്ല ആൾ. അപ്പോൾ അവൾക്ക് ഇവരെല്ലാം പോകുമ്പം ഭയങ്കര ടെൻഷനാണ് എന്നെയും സ്കൂളിൽ വിടണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ അടുത്തുള്ളൊരു സ്കൂളിൽ അങ്ങനെ തൽക്കാലത്തേക്ക് അങ്ങനെ ആക്കിയതാണ്. അപ്പോൾ ഇത് അവളെ വണ്ടി വരാനായിട്ടുണ്ട്. അപ്പോൾ അവൾ ഏകദേശം ഒരു 10 മണിയെല്ലാം ആകും കേട്ടോ സ്കൂളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇത് അവളങ്ങനെ റെഡിയായി ഓളെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇവൾ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിക്കില്ല. അപ്പോൾ നമ്മൾ രാവിലത്തെ കത്തലെടുക്കൽ എന്താണ് കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ രാവിലത്തെ കത്തലെടുക്കൽ എത്തിയിട്ടുള്ളത്. കാരണം നമ്മൾ ദുബൈയിലില്ലേരം രാവിലത്തെ ഒരു കത്തലടുക്കൽ ആ ഒരു സംഭവമേ അങ്ങനെ ഇല്ല. എന്താണ് ഉച്ചയ്ക്ക് നേരെ അങ്ങ് ചായയും ചോറും എല്ലാം ഉച്ചക്കായിട്ട് അങ്ങനെ കഴിക്കലല്ലേ. അപ്പോൾ ഇവിടുത്തെ ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ മാറ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മൾ കത്തലടുക്കലെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് കുളിച്ച് ഫ്രഷായി പുതിയ ഡ്രസ്സെല്ലാം ആക്കലാന്ന്. അപ്പം അത് ഈ ഒരു ദിവസം അങ്ങനെ പുതിയൊരു ഡ്രസ്സ് ഇടണം അങ്ങനെയൊന്നുമില്ല. ആ ഒരു ഫങ്ഷനാണ് നമ്മൾ മെയിനായിട്ട് ഇടല്. പക്ഷേ എന്താണ് നമ്മൾ ആ ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ പുതിയ ഡ്രസ്സെല്ലാം ആക്കി ഒന്ന് മുറ്റത്തെല്ലാം ഇറങ്ങുക അങ്ങനെയെല്ലാം വലിയ ചെറിയൊരു ചടങ്ങ്. അപ്പോൾ ഇതെല്ലാ നാട്ടിലുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് എന്താണ് ഒരു 30 ഡേയ്സോ 45 ഡേയ്സ് അങ്ങനെയെല്ലാം ആകുമ്പോൾ നമ്മൾ ഈ ഒരു ഇതുണ്ടാകല്. അപ്പോൾ ആ ഒരു ദിവസം പിന്നെ നമ്മളെ ബേബിനെല്ലാം കൊണ്ട് ജസ്റ്റ് മുറ്റത്തിറങ്ങാം, നമുക്ക് എവിടെയെങ്കിലും പോകാം, അങ്ങനെയെല്ലാം വലിയൊരു സംഭവമാണിത്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഞാൻ ഇടയ്ക്കെല്ലാം മുറ്റത്തെല്ലാം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ദിവസം ഒരു ഇത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം ഈ ഡ്രസ്സെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം കുറേ നാളായില്ല നമ്മൾ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഒന്ന് ഒരുങ്ങിയിട്ട് നമ്മളങ്ങനെ ഇങ്ങനെ എടി പോകുന്നൊന്നുമില്ലല്ലോ. അങ്ങനെ ഇങ്ങനെ ഡ്രസ്സെല്ലാം ആക്കിയിട്ട് വെറും പെറുക്കന്നെ ഇരിക്കുന്നതല്ലേ. അപ്പോൾ അതും വേറെ തന്നെ ഒരു രസമാണ് കേട്ടോ. ഇങ്ങനെ പുതിയ ഡ്രസ്സെല്ലാം ഇട്ട് ഫോട്ടോ എടുക്കൽ വീഡിയോ എടുക്കൽ അങ്ങനെയെല്ലാം ആകുമ്പോൾ അതും വേറെ തന്നെ ഒരു ഹാപ്പിനെസ്സാണ്. അപ്പോൾ ഡ്രസ്സെല്ലാം അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ മുന്നേ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതൊന്നും അങ്ങനെ ഇട്ടിട്ടേ ഇല്ല. അങ്ങനെ തന്നെ വാങ്ങിയിട്ട് അങ്ങനെ തന്നെ കബോർഡിൽ വെച്ചിട്ടുണ്ടായതാണ്.
അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഇടാമെന്നല്ല അങ്ങനെ പ്ലാനിങ്ങിൽ ഡ്രസ്സെല്ലാം ഒന്ന് നോക്കലാണ്. അപ്പോൾ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം ആ ഒരു ആലിയ കട്ട് വരുന്ന ആ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം മുമ്പ് ഇറങ്ങിയ ടൈമിൽ വാങ്ങിച്ചതായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ ഇട്ടിട്ടേ ഉണ്ടായിട്ടില്ല, അങ്ങനെ തന്നെ അങ്ങ് കപ്പാട്ടിൽ വെച്ചിട്ടാണ് ഉണ്ടായിന്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് അങ്ങനെ ഒന്നെടുത്ത് ഒന്ന് ഫ്രഷായി വരാം. അപ്പോൾ ഇതാ ഫ്രഷായി. അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായത്. പിന്നെ ഇതങ്ങനെ ചേഞ്ച് ആക്കിയിട്ടുണ്ടായിന്. കാര്യം ഇതെന്തോ ഒരു ടൈറ്റ് പോലെയും എന്തോ അത്ര ഒരു കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിലായിട്ട് നമ്മളെ ബേബിനെയും കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഓളൊന്ന് ഡ്രസ്സെല്ലാം ആക്കലാന്ന്. അപ്പോൾ ഓൾക്ക് ഈ ഒരു ഹിമാലയൻ്റെ ഈ ഒരു പൗഡർ ഉണ്ടല്ലോ, ബേബി പൗഡർ, അപ്പോൾ ഇത് മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യൽ. വേറെ അങ്ങനെ പ്രത്യേകിച്ച് ക്രീം കാര്യങ്ങളൊന്നും യൂസ് ആക്കില്ല ഞാൻ. എല്ലാവർക്കും ഈ ഒരു പൗഡർ മാത്രം അങ്ങനെ യൂസ് ചെയ്യാം. ഇടയ്ക്കെല്ലാം ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ തോന്നുമ്പോൾ എന്തെങ്കിലും ബേബി ലോഷൻ അങ്ങനത്തെ എല്ലാം ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ കൂടുതലും നമ്മൾ ഈ ഒരു പൗഡർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യൽ. അതുപോലെ തന്നെ എനിക്ക് ഈ കൺമഷിയൊന്നും അങ്ങനെ എഴുതിക്കുന്നത് ഇഷ്ടമേ അല്ല കേട്ടോ. ഈ ഒരു കാജൽ ഉണ്ടല്ലോ, അപ്പോൾ അതെനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഉമ്മയെല്ലാം പറയും അത് ഇട്ട് കൊടുക്കണം, കൺമഷി ഇടണം എന്ന്. പക്ഷെ ഓൾക്ക് ആ ഒരു ഓളെ പിരികെല്ലാം നല്ല കട്ടിയായിട്ട് ഉണ്ട് എന്താനും. പിന്നെ ആ ഒരു പൊട്ടെല്ലാം വെച്ച് കൊടുക്കലുണ്ടല്ലോ ഈ കണ്ണുള്ളിൽ നിന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഈ ഫേസിൽ ഇങ്ങനെ എന്തെല്ലോ ആയിക്കൂട്ടുന്നത് എനിക്ക് ഇഷ്ടമേ ഇല്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഫസ്റ്റ് നമ്മളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് പിന്നെ ഞാനൊന്നല്ലല്ലോ എല്ലാം ചെയ്യുന്നത്, എല്ലാവരും കൂടി ആക്കിയിട്ടല്ലേ. അപ്പം എല്ലാവരും കുഞ്ഞിനെ അങ്ങനെ ഇങ്ങനെ എല്ലാം ഫുള്ള് കൺമഷി ഇട്ട് കൊടുക്കുക, പൊട്ടൊടിക്കുക എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ ഫസ്റ്റ് യാസീൻ്റെ മാത്രമേ എല്ലാം ചെയ്തിട്ടുണ്ടായിട്ട്, ബാക്കി എല്ലാവർക്കും ഞാൻ കൺമഷി ഇടാൻ പിന്നെ നമുക്ക് കുറച്ചൊന്ന് ഇതായല്ല, അറിഞ്ഞു തുടങ്ങിയല്ലേ. അപ്പോൾ പിന്നെ ഞാനങ്ങനെ ആർക്കും കൺമഷി എഴുതാനോ ഒന്നും വിടലില്ല കേട്ടോ. എനിക്കത് ഇഷ്ടമേ ഇല്ലാത്തൊരു സംഭവമാണ്. ഇടയ്ക്ക് ഇങ്ങനെ അപ്പം തോന്നിയാൽ, പക്ഷേ കൂടുതൽ എഴുതിയിട്ടേ ഇല്ല. അപ്പോൾ ഇതാ നമ്മളെ ഫാത്തിമ ബേബി കുളിച്ചങ്ങനെ കുട്ടപ്പിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഈ ഒരു ഡയപ്പറിൻ്റെ ഇതാണ് കേട്ടോ യൂസ് ചെയ്യൽ. ഇതിൻ്റെ ഡയപ്പറിൻ്റെ ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് ആ ഒരു പമ്പേഴ്സെല്ലാം വാങ്ങുന്നതിനേക്കാളും നല്ല സുഖമാണ് കേട്ടോ. ഇതിലിങ്ങനെ തുണിയെല്ലാം വിരിച്ചിട്ട് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ, അപ്പോൾ അതുപോലെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കൽ. അതാകുമ്പോൾ നമുക്ക് നല്ല സുഖമാണ്. പമ്പേഴ്സ് ആകുമ്പോൾ ഈ വളപ്പിൽ ചാടേണ്ടതും വേടിയാന്നുള്ളൊരു ടെൻഷനാണ്. ഇത് അങ്ങനെ വേഗം അതിപ്പോൾ മഴക്കാലം കൂടി ആയതുകൊണ്ട് ഈ പമ്പേഴ്സ് വല്ലാത്തൊരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും അങ്ങനെയാണ് കേട്ടോ യൂസ് ചെയ്യൽ. എവിടെയെങ്കിലും പോകുമ്പോൾ എല്ലാം നമ്മൾ പമ്പേഴ്സ് യൂസ് ആക്കൽ. അങ്ങനെ ഇപ്പോൾ ഇതാ ഫാത്തിമ കുളിച്ച് സെറ്റായി, ഞാനും ഡ്രസ്സെല്ലാം ഒന്ന് ചേഞ്ച് ആക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളെ മുത്താറി കാച്ചിയതുണ്ടല്ലോ, അപ്പോൾ മുത്താറി കാച്ചിയത് ഓട്സോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഈ ഒരു ടൈമിൽ അങ്ങനെ കുടിക്കലാണ് കേട്ടോ. ഈ ഒരു 11 മണി ആ ഒരു ടൈമിൽ. പിന്നെ നമ്മൾ ഈ ഒരു ഡെലിവറി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നത് നമുക്കും കുഞ്ഞിനും എല്ലാം നല്ലതാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഇടയ്ക്കെല്ലാം എന്തെങ്കിലും ആയിട്ട് അങ്ങനെ ഫ്രൂട്ട്സോ ഇങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് എല്ലാം അങ്ങനെ കഴിക്കലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് മന്തിയെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇവിടുന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് വന്നിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ ഒന്ന് റെസിപ്പി, ഇതും ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇൻഷാല്ല എപ്പോഴെങ്കിലും ഞാൻ കാണിക്കാം. ഞാൻ കുക്കിംഗ് എല്ലാം എനിക്കിങ്ങനെ വീഡിയോ ചെയ്യുന്ന ടൈമിലുണ്ടല്ലോ, ഞാൻ ചെയ്യുമ്പം വീഡിയോ എടുക്കാനാണ് കേട്ടോ ഇഷ്ടം. കാരണം വേറെ ആരെങ്കിലും കുക്ക് ചെയ്യുന്ന ടൈമിൽ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടല്ലോ അവർക്കും അതൊരു ഇടങ്ങേറാണ്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ കൊണ്ട് പോലെ ഒരു വല്ലാത്തൊരു ഡിസ്റ്റർബൻസാണ്. അപ്പോൾ എനിക്ക് ഞാൻ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ ആരെങ്കിലും ആക്കുമ്പോൾ ടൈമിൽ ഞാൻ പോയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് എല്ലാം ആയിട്ട് അങ്ങനെ എടുക്കലാണ്. അപ്പോൾ ഇത് മന്തിയെല്ലാം അങ്ങനെ ഫുള്ളൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് ലാസ്റ്റ് നമ്മൾ ഈ ഒരു പച്ചമുളകിൻ്റെ ആ ഒരു പച്ചമുളക് കുത്തി വെക്കലുണ്ടല്ലോ, അപ്പോൾ അതും കൂടി അങ്ങനെ ആക്കലാണ്. അപ്പോൾ അത് ഞാനൊന്ന് എല്ലാം ഒന്ന് കഴുകി കൊണ്ടുവന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇങ്ങനെ പുകക്കലെല്ലാം കുറേ നാളായി ഞാൻ ചെയ്തിട്ട്. ഫസ്റ്റ് എങ്ങാനും ചെയ്തതേ ഇല്ല. പിന്നെ ഈ ഒരു തീയും കനൽ ഈ സംഭവങ്ങളൊന്നും അങ്ങനെ കിട്ടൂലല്ലോ, അതുകൊണ്ട് ഇനി അതിനൊന്നും അങ്ങനെ മെനക്കെടയില്ല. പക്ഷേ ഇത് നല്ല സുഖമാണ് കേട്ടോ. ആ ഒരു സ്മെല്ല് വരുമ്പോൾ ആ ഒരു പുകേൻ്റെ ആ ഒരു സ്മെല്ല് വേറെ തന്നെയാണ് കേട്ടോ ഉള്ളത്. നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അതിന്. അപ്പോൾ അതെല്ലാം ഞാൻ വെയ്യ കാണിച്ചു തരാം കഴിക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ കുറച്ച് അൺബോക്സിങ് വീഡിയോസ് എല്ലാം എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഈ ഒരു പുതിയ ക്യാമറ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് തന്നെ എടുക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കാണുന്ന ആ ഒരു സിൽവർ കളർ ക്യാമറ ഉണ്ടല്ലോ, അപ്പോൾ ഇത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആ ഒരു ടൈമിൽ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അത് സത്യം പറഞ്ഞാൽ അത് ഓൺലൈനിലായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. എനിക്കൊന്ന് ഫ്ലിപ്കാർട്ടോ ആമസോണോ അങ്ങനെ ഏതോ ഒരു ആപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ മുമ്പ്. അതായത് ജസ്റ്റ് ചാനലൊന്ന് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈമിന് വാങ്ങിച്ചതായിരുന്നു. പക്ഷേ എനിക്ക് അന്നേരം അതിൻ്റെ സെറ്റപ്പ് ഒന്നും അറിയുന്നുണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ അതിലെങ്ങനെ ഒന്നും അറിയുന്നുണ്ടായിട്ട് കേട്ടോ. പിന്നെ അറിയാൻ ഞാൻ അങ്ങനെ കൂടുതൽ അതിന് ശ്രമിച്ചിട്ടില്ല.
പറ്റില്ല. പിന്നെ എനിക്ക് അതിൻ്റെ ഇടയിൽ തന്നെ എനിക്കൊരു ചെറിയൊരു ട്രൈപോഡ് കിട്ടിയോണ്ട് പിന്നെ ഞാൻ ഈ ഒരു ട്രൈപോഡ് അങ്ങനെ യൂസ് ആക്കിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പം എനിക്ക് ഇതൊന്നും ഇല്ലാത്ത ടൈമിൽ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഞാനിങ്ങനെ കബോർഡ് തുറന്ന ടൈമിൽ എനിക്ക് ഈ ഒരു ക്യാമറ കിട്ടിയത് നല്ല യൂസ്ഫുൾ ആയിട്ട്. ഇപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് അറിഞ്ഞല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് ഈ ഒരു പുതിയൊരു ട്രൈപോഡും കിട്ടിയോണ്ട് നല്ല സുഖമായി. കാരണം വീഡിയോ ചെയ്യാൻ നമുക്ക് ട്രൈപോഡ് ഇല്ലെങ്കിൽ ഭയങ്കര പണിയാണ്. മറ്റുള്ളതും പറ്റും, പക്ഷെ നമ്മൾ ഈ കുക്കിംഗ് വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ട്രൈപോഡ് ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ബേബീൻ്റെ കുറേ അവൾക്ക് കുറേ ഗിഫ്റ്റെല്ലാം കിട്ടിയ ഡ്രസ്സെല്ലാം ഉണ്ട്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഞാനൊന്നും കണ്ടിട്ടില്ല കേട്ടോ. എല്ലാം എൻ്റെ കസിൻസ് എല്ലാം കൂടി ഇതുപോലെ കബോർഡിലെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. പക്ഷെ എനിക്കൊന്നും ടൈമും ഇല്ല ഇത് നോക്കാൻ വേണ്ടിക്ക്. അപ്പം ബേബിക്ക് ഇങ്ങനെ ഗിഫ്റ്റെല്ലാം കിട്ടുമല്ലോ ഡ്രസ്സെല്ലാം. പിന്നെ പ്രത്യേകിച്ച് ഗേൾസിനാകുമ്പോൾ വേറെ തന്നെ ഒരു രസമാണ് അതിങ്ങനെ കാണാനായിട്ട്. അപ്പം ഞാനങ്ങനെ എല്ലാതൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിട്ട് കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ അങ്ങനെ തന്നെ ഇങ്ങനെ കബോർഡിൽ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് എപ്പോഴെങ്കിലും എടുത്ത് നോക്കുക. കാരണം ഈ ഒരു ടൈമിൽ അങ്ങനെ നമ്മൾ ആ ഒരു ഫസ്റ്റ് ടൈമൊന്നും അങ്ങനെ യൂസ് ചെയ്യേണ്ടത് അങ്ങനെ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും അങ്ങനെ യൂസ് ആക്കൂലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ അതെല്ലാം ഒന്ന് അൺബോക്സിങ് ആക്കലാന്ന് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് വീഡിയോ എടുക്കാമല്ലോ. അൺബോക്സിങ് ആകുന്നത് നമുക്ക് കാണാനൊരു രസം തന്നെയല്ലേ അത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വീഡിയോ കണ്ടാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ ഫുള്ളായിട്ട് അങ്ങ് സ്കിപ്പ് അടിച്ച് കണ്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മളിതെല്ലാം ഒന്ന് അൺബോക്സിങ് ചെയ്യുന്നതൊന്നും കൂടി ഒന്ന് എടുക്കാമെന്ന്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇതെല്ലാം എടുത്താലും പണിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം എടുത്ത് അതുപോലെ സെറ്റ് ചെയ്ത് വെക്കലും വലിയൊരു ടാസ്ക് തന്നെയാണ്. പിന്നെ മക്കളൊന്നും ഇല്ലാത്തവരെ ഞങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ എല്ലാം എടുക്കാൻ ഇത് വരുമല്ലോ. ഇല്ലെങ്കിൽ അവരിങ്ങനെ എൻ്റെ ചുറ്റും ഉണ്ടാകും. പിന്നെ ഞാൻ കൂടുതലും ആ ഒരു ടൈമിൽ അവരപ്പം തന്നെ കൂടുതൽ സ്പെൻഡ് ആക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. കാരണം അവരാ ഒരു ചെറുപ്പത്തിൽ അവരെ ചെറുപ്പം നമുക്ക് അന്നേരേ കിട്ടും. പിന്നെ അവർ വലുതായി കഴിഞ്ഞിട്ട് നമ്മൾ അന്നേരം അവരെപ്പരം കൂടിയിട്ടില്ലല്ലോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവും. അപ്പം മാക്സിമം ഞാൻ അവരപ്പം തന്നെ ഇരിക്കലാണ് കേട്ടോ. അല്ലാത്ത ടൈമിൽ നമ്മൾ വീഡിയോ എടുക്കലും എഡിറ്റിംഗ് എല്ലാം അവർ പോയതിന് ശേഷമാണ്. ഒരു 3/4 ഭാഗം ഡ്രസ്സ് ഞാനൊന്നും കണ്ടിട്ടേ ഇല്ല കേട്ടോ. അപ്പം എനിക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഇത് എന്താണെന്ന് നോക്കാൻ. കാരണം ഞാനിപ്പം നോക്കുന്നില്ല, പിന്നെ ഞാൻ നോക്കാതെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ തന്നെ വെച്ചതായിരുന്നു ഇത്. കാര്യം ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ നല്ല പണിയല്ലേ ഇതെല്ലാം എടുത്ത് സെറ്റാക്കി വെക്കാനായിട്ട്. അപ്പോൾ ആരും ഇല്ലാത്ത ടൈമിൽ നമുക്ക് ഇതുപോലെ നോക്കി അല്ല ഇപ്പം യൂസ് ആക്കാൻ പറ്റിയതെല്ലാം ഇതിൽ നിന്ന് എടുക്കാനും പറ്റും, അല്ലാത്തെല്ലാം അങ്ങ് മാറ്റി വെക്കാമല്ലോ. പിന്നെ ഇതിൽ കിട്ടിയല്ലോ ഒന്നും നമ്മൾ യൂസ് ചെയ്യില്ല കേട്ടോ. കാരണം ഒരുപാട് ഡ്രസ്സില്ല. അപ്പം എന്തായാലും പെട്ടെന്ന് തന്നെ ചെറുതായി പോവും, അങ്ങനെയെല്ലാം ചെയ്യില്ല. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ കൊടുക്കുകയും ചെയ്യും കേട്ടോ ഡ്രസ്സെല്ലാം. അപ്പോൾ ഇതാ നമ്മളെ ഡ്രസ്സ് നല്ല രസമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഗേൾസിൻ്റെ ഡ്രസ്സ് വേറെ തന്നെ ഒരു രസമാണല്ലേ കാണാനായിട്ട്. എനിക്കിങ്ങനെ പ്രഗ്നൻ്റ് ആയ ടൈമിലുണ്ടല്ലോ എനിക്ക് ആദ്യമേ ഒരു പെണ്ണാകണേ ഗേളാകണേ എന്നുള്ളൊരു ബോയ് ആയാലും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ഗേൾസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെറുപ്പത്തിലേ എല്ലാവർക്കും അങ്ങനെ തന്നെ നമുക്ക് ബേബീസിനെല്ലാം ഭയങ്കര ഇഷ്ടമല്ലേ ഉണ്ടാകലേ. പക്ഷെ നമുക്ക് ഈ ഗേൾസിനോട് വേറെ തന്നെ ഒരു ഇതായിരിക്കും. അവരുടെ ഡ്രസ്സിങ്ങും ആ ഒരു ഡ്രസ്സെല്ലാം ഇങ്ങനെ ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാലും ഫസ്റ്റ് നമുക്ക് നോട്ടം ഉണ്ടാകൽ ഗേൾസിൻ്റെ ഡ്രസ്സാണ്. പ്രത്യേകിച്ച് ഈ കിഡ്സ് വെയർ വേറെ തന്നെ ഒരു പാങ്ങല്ലേ, ഇങ്ങനെ നോക്കാനും എടുക്കാനും. വെറുതെ എങ്കിലും നമ്മൾ എടുക്കുന്നില്ലെങ്കിലും വെറുതെ ഒന്ന് നോക്കിപ്പോവും. അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഇത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഓരോരോ ഡ്രസ്സ് നോക്കലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ലെങ്ത് ആകാൻ തന്നെ മെയിൻ കാരണം ഈ ഒരു ഡ്രസ്സ് നോക്കലും കൊണ്ടാണ്. കാരണം എല്ലാ ഡ്രസ്സും ഇങ്ങനെ മാറി മാറി നോക്കിയാൽ എല്ലാം ഒന്ന് പാക്കിങ്ങും ഇതെല്ലാം ഓപ്പൺ ചെയ്യലെല്ലാം കൂടി ആകുമ്പം നല്ല ലെങ്ത് ആയില്ലേ. അപ്പോൾ ഇതിൽ ഇതും നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ. മാഷാ അല്ലാഹ് എല്ലാ ഡ്രസ്സും നല്ല ഉണ്ട് കേട്ടോ കാണാനായിട്ടൊക്കെ. എല്ലാം എല്ലാം നല്ല ഇഷ്ടമായി. കാരണം ഇതെല്ലാം നമ്മളെ കസിൻസ് ഫ്രണ്ട്സ് എല്ലാവരും ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സെല്ലാം. നമ്മൾ ഹോസ്പിറ്റലിലുള്ള ടൈമിൽ എല്ലാവരും നമ്മളെ കാണാനായിട്ട് വരുമല്ലോ ബേബീനെ. അപ്പോൾ ആ ഒരു ടൈമിൽ അവരെല്ലാം ഇങ്ങനെ ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സെല്ലാം. അപ്പോൾ എല്ലാം നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ എൻ്റെ ഡെലിവറിക്ക് മുന്നേ ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പം തന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക്. അപ്പോൾ അതന്നെയാണ് ഞാൻ ആദ്യമെല്ലാം യൂസ് ആക്കിയിട്ടുണ്ടായത്. ഇതൊന്നും അവനെ തൊട്ടിട്ടേ ഇല്ല. കാരണം അതുപോലെ തന്നെ ഒരുപാട് ഈ ഡെലിവറി കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ ഇടേണ്ടയും ഡ്രസ്സെല്ലാം ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇൻഷാ അല്ലാഹ് ആർക്കെങ്കിലും എനിക്ക് കൊടുക്കണം. കാരണം എന്തായാലും നമുക്ക് ഇടാനായിട്ട് പറ്റൂലല്ലോ, കുറച്ച് വലുതാകലായില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഇടേണ്ടതെല്ലാം ഇല്ല അങ്ങനെ നോക്കിയെടുക്കലാണ്. അപ്പോൾ കുറേ സിമ്പിളായിട്ടും എല്ലാം നല്ല കോട്ടൺ നല്ല ആ ഒരു ക്ലോത്ത് തന്നെ നല്ലൊരു ഇതുണ്ട് കേട്ടോ. നമുക്ക് തൊടുമ്പം തന്നെ ആ ഒരു സോഫ്റ്റ്നെസ് മനസ്സിലാവും.
ശരിക്കുണ്ടല്ല നമുക്ക് ഓരോരോ ബോക്സും ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഇതിലെങ്ങനത്തെ ആയിരിക്കും എന്നില്ല അതെല്ലാവർക്കും ഇല്ലതാണല്ലോ ആ ഒരു ഇത് എല്ലാവരും ഇങ്ങനെ ഡ്രസ്സെല്ലാം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഡ്രസ്സ് കാണുമ്പോൾ നമുക്ക് ആ ഒരു ബോക്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ അത് വേറെ തന്നെ ഒരു ഹാപ്പിനെസ്സാണ്. അപ്പോൾ ഇതെല്ലാവരും എന്താണ് എല്ലാവരും ഓരോരോ ഒന്നിനൊന്നും മെച്ചെന്ന് പറഞ്ഞ കണക്ക് എല്ലാവരും നല്ല പാങ്ങിലെ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഉണ്ടായത്. പിന്നെ ഇതെല്ലാം ഇതിൽ കുറേയെല്ലാം ഇതെല്ലാം ഓപ്പൺ ചെയ്ത് ഞാൻ മാത്രമേ ഇത് കാണാത്തില്ല. കാരണം പെറുക്കുന്നവരെല്ലാം ഞാൻ ഇവിടെ ഇല്ലാത്ത ടൈമിൽ ഞാൻ അങ്ങ് പോയ ടൈമിലെല്ലാം ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടെല്ലാം കുറേയെല്ലാം ബോക്സിലിട്ട് ബാക്കിയെല്ലാം ഇങ്ങനെ എല്ലാം കൂടി ഇതായിട്ടെല്ലാം അങ്ങനെ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായതാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഇതാ ഈ ഒരു ബോക്സ് ഒന്ന് അൺബോക്സിങ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസിൻ വന്ന ടൈമിൽ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇതും ഞാൻ അങ്ങനെ തന്നെ എടുത്ത് ആ ഒരു ടൈമിൽ ഞാൻ നോക്കണം എന്നെല്ലാം വിചാരിച്ചതേനു. പക്ഷേ അന്നേരം എനിക്ക് തീരെ സമയം ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതും അങ്ങനെ തന്നെ കബോർഡിൽ എടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇതും നല്ല ഉണ്ട് കേട്ടോ, മാഷാ അല്ലാ നല്ലൊരു പാങ്ങുണ്ട് കേട്ടോ ഈ ഒരു ഡ്രസ്സ്. എനിക്കെല്ലാം നല്ല ഇഷ്ടമായിന്. പക്ഷേ ഇത് ഈ ഒരു ഡ്രസ്സിൻ്റെ ആ വൈറ്റ് കളറിലൊരു ക്ലോത്ത് ഒരു ഫാബ്രിക് ക്ലോത്ത് അങ്ങനെ എന്തോ ഒന്ന് ഇപ്പോൾ ഒരു ഇറങ്ങിയായിട്ടുള്ളൊരു തുണിയില്ലേ ഇങ്ങനെ ഡോട്ട് വരുന്നത്, അതാണ് കേട്ടോ. നല്ല ഉണ്ട് അത്, മാഷാ അല്ലാ നല്ല രസമുണ്ട് അതിന് കാണാനായിട്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നെക്സ്റ്റ് ഒരു കവറിൽ കുറേ എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. ഇത് ബേബീൻ്റെ 2-3 ഡ്രസ്സും പിന്നെ ഇങ്ങനത്തെ ടോയ്സ് കിളിക്കട്ടയും പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഹെയർ അക്സറീസും അങ്ങനത്തെ എല്ലാം ആയിട്ട് കുറച്ച് സംഭവങ്ങളെല്ലാം കേട്ടോ ഈ ഒരു ബോക്സിലുള്ളത്. ബോക്സല്ല ഈ ഒരു കവറിലുള്ളത്. അപ്പോൾ ഇതെല്ലാം എടുത്ത് എല്ലാം ഒന്ന് എടുത്ത് വെക്കലും അങ്ങനെയെല്ലാം കേട്ടോ. ഇന്ന് അങ്ങനെ പ്രത്യേകിച്ചൊരു പണിയൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ അങ്ങനെ കൂടുതലായിട്ട് മെയിനായിട്ട് ഞാൻ നമ്മളെ ഫാത്തിമ ബേബീൻ്റെ കാര്യങ്ങളെല്ലാം നോക്കും. പിന്നെ ഇവളെ മൂത്താളക്കാർ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അങ്ങനെയെല്ലാം പൊക്കാണ് കേട്ടോ. വേറെ അങ്ങനെ പ്രത്യേകിച്ചൊരു പണിയൊന്നും അങ്ങനെ ഇപ്പോൾ ചെയ്യലില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് എടുത്ത് ഈ ഒരു ബോക്സെല്ലാം എടുത്തതെല്ലാം അതുപോലെ തന്നെ തിരിച്ച് കബോർഡിൽ വെക്കൽ മെയിൻ ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇതെല്ലാം ഇങ്ങനെ നോക്കാനെല്ലാം നല്ലൊരു പാങ്ങാണ്. പക്ഷേ ഇതെല്ലാം വീണ്ടും അതുപോലെ എടുത്ത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കൽ വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഇതാണ് അങ്ങനെ ഡ്രസ്സെല്ലാം എടുത്ത് എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നെക്സ്റ്റ് നമ്മളെ ഫുഡ് കഴിക്കലാണ്. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കന്നെ നല്ല വിശപ്പിൻ്റെ വിളി അങ്ങനെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ഒരു മന്തി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് അങ്ങനെ കഴിക്കലാണ് കേട്ടോ. പിന്നെ ഇവിടെ അങ്ങനെ നമ്മളെ പെരക്ക് അങ്ങനെ പ്രത്യേകിച്ച് കുറേ ആൾക്കാരൊന്നും ഈ ഒരു ടൈമിലൊന്നും ഉണ്ടാവും. പിന്നെ മക്കളെല്ലാം വന്നു കഴിഞ്ഞാലാണ് പെര നിറച്ച് എല്ലാവരും ഉണ്ടാകൽ. അപ്പം അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ച് അങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കലൊന്നും കുറവാണ് കേട്ടോ. ആർക്കാണ് വിശക്കുന്നവർ വന്ന് കഴിക്കും, അങ്ങനെയാണ്. പിന്നെ മക്കളെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് അങ്ങനെ എല്ലാവർക്കും കൊടുത്ത് നമ്മളും കഴിച്ച് അങ്ങനെയല്ലാന്ന്. അവർ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തോ പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ മക്കളെല്ലാം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തോ ഉറങ്ങിയ പോലെയാണ് പോരാ, ഒരു പാങ്ങേ ഉണ്ടാവില്ല. അവരുണ്ടാവുമ്പോൾ ആണെങ്കിൽ നല്ല രസമാണ്. പക്ഷേ ഇടയ്ക്ക് കുരുത്തക്കടലാക്കുമ്പോൾ ദേഷ്യവും വരും. അങ്ങനത്തെ എല്ലാമാണ് ഇപ്പം. എന്നാലും മാഷാ അല്ലാ നല്ലൊരു സന്തോഷമാണ് കേട്ടോ ഈ മക്കളെയും കൊണ്ടെല്ലാം നമുക്ക് നിൽക്കുമ്പോൾ. അൽഹംദുലില്ലാ മക്കൾ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു പാങ്ങ് തന്നെയാണ് കേട്ടോ. നമുക്കത് വേറെ തന്നെ ഒരു ഹാപ്പിനെസ്സാണ്. നമ്മളെന്തെങ്കിലും ഇങ്ങനെ ടെൻഷനെല്ലാം ഉണ്ടാകുമ്പോൾ അവർ ഒത്തിട്ട് ആ ഒരു കളിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഇതെല്ലാം അങ്ങ് പോകും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതാ നമ്മളങ്ങനെ ഫുഡെല്ലാം അങ്ങനെ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ തന്നെ ആയിഷു സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടല്ലോ, ഞാൻ അവളോട് ഒന്നും കൂടി അങ്ങനെ വരാൻ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ആൾക്ക് ചെറിയൊരു ചമ്മൽ. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഏറ്റവും വൈകിട്ട് സ്കൂളിൽ പോകും, അതുപോലെ തന്നെ ഏറ്റവും നേരത്തെ സ്കൂളിൽ നിന്ന് വരുന്ന ഒരാളാണ് കേട്ടോ ആയിഷു. പിന്നെ അവളെ ഒന്ന് മാറ്റിച്ചു കൊടുത്ത് പിന്നെ ഹംദാനും അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരെ ചായയോടിയും ഫുഡടിയും എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം നെക്സ്റ്റ് പരിപാടി പുറത്തിറങ്ങലാണ്. അപ്പോൾ ഈ വൈകുന്നേരം നമ്മൾ വെറുതെ ഒന്ന് പുറത്തെല്ലാം ഇറങ്ങി വെറുതെ ഒന്ന് കാറ്റെല്ലാം കൊണ്ട് ഇവർക്ക് സൈക്കിളെല്ലാം ഓടിച്ച് അങ്ങനെ കളിക്കലാണ് കേട്ടോ ഈ ഒരു ടൈം. നമ്മൾ ദുബൈയിലുള്ള ടൈമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എനിക്ക് ഈ ഒരു മുറ്റത്തുനിന്ന് കളിക്കുന്നതായിരുന്നു. കാരണം ആടെ മുറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഫ്രീഡത്തിലൊന്നും കളിക്കാനോ ഇതുപോലത്തെ ഒരു പച്ചപ്പോ കാര്യങ്ങളൊന്നും ആടെ ഉണ്ടാവില്ലല്ലോ. അപ്പം ഞങ്ങൾക്ക്
നമ്മളെ നാട്ടിലാകുമ്പോൾ നമുക്കത് വേറെ തന്നെ ഒരു വൈബാണല്ലോ. അവർ വൈകുന്നേരം മുറ്റത്തെല്ലാം ഇറങ്ങി നമ്മളെ ചെടിയും പൂവും ഇതെല്ലാം കണ്ടിരിക്കാൻ വേറെ തന്നെ ഒരു പാങ്ങാണ്. അപ്പോൾ ഇന്ന് ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് മുറ്റത്തെല്ലാം ഇറങ്ങി ഒന്ന് നടക്കുകയും എല്ലാം ഒന്ന് കാണുകയും കേൾക്കുകയെല്ലാം ചെയ്തൊരു ദിവസമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇനി ഇവരെല്ലാം കൂട്ടി പിന്നെ ഞാൻ ആ ഒരു ടൈമിൽ ഞാനങ്ങനെ രാവിലെ അങ്ങനെ പുറത്തൊന്നും ഇറങ്ങിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഇവരെല്ലാം വന്ന് ഒന്ന് മുറ്റത്തെല്ലാം ഇറങ്ങി ഒന്ന് റിലാക്സ് ആകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വൈകുന്നേരമാണ് കേട്ടോ ഞാൻ മുറ്റത്ത് ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ആയിഷും അബ്ദുമെല്ലാം നല്ല ജോറ് കളിയാണ് കേട്ടോ ഇടുന്ന്. ഇന്നത്തെ ഈ ഒരു ദിവസത്തോടു കൂടി നമ്മൾ ആ ഒരു എന്താണ് ഉള്ളിലില്ല ആ ഒരു സുഖവാസം എല്ലാം കഴിഞ്ഞിട്ട് അതിന് നമുക്ക് പുറത്തെല്ലാം ഇറങ്ങി എല്ലായിടത്തും നടക്കുകയും പോകുകയെല്ലാം ചെയ്യാം. അങ്ങനെ ഓരോരോ രീതിയിൽ ഓരോരോ ചടങ്ങല്ലേ ഓരോരോ നാട്ടിൽ. അപ്പം ബേബിനെയും ഇന്ന് പുറത്തെല്ലാം ഇറക്കി മൊത്തത്തിലൊന്ന് എന്താണ് പ്രകൃതിയെല്ലാം ഒന്ന് കാണിച്ചു കൊടുത്ത് ആ ഒരു പച്ചപ്പ് ഇതെല്ലാം ഒന്ന് കാണിക്കലാണ് കേട്ടോ ഇന്ന്. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് സമയം ഇവിടെ ഊഞ്ഞാലെല്ലാം ഇരുന്ന് കുറച്ച് ഊഞ്ഞാലെല്ലാം ആടി അങ്ങനെ എന്താണ് ബേബിനെയും കൊണ്ട് ഇടുന്ന് കുറച്ച് സമയം അങ്ങനെ സ്പെൻഡ് ആക്കിയിട്ടുണ്ടായിന്. പിന്നെ ആയിഷു അംദാനെല്ലാം ആടുന്ന ജോറ് കളിയാണ് കേട്ടോ പുറത്തുനിന്ന്. പിന്നെ ഇന്നത്തെ ദിവസം കാര്യമായിട്ട് അങ്ങനെ വേറെ കാര്യങ്ങളൊന്നും അങ്ങനെ വീഡിയോ ചെയ്യാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല. കാര്യം ഉച്ചക്കത്തെ ഫുഡ് തന്നെ രാത്രി പിന്നെ ഇവരെ പഠിപ്പിക്കലും കാര്യങ്ങളെല്ലാം ആയിട്ട് ഫുള്ള് ബിസിയാണ് കേട്ടോ. മക്കൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ ഒന്നിനും സമയം ഉണ്ടാവില്ല. അങ്ങനെയാണ് മാഷാ അല്ലാ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻറ്റും കൂടി ചെയ്യാട്ടോ. പിന്നെന്താണ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് നല്ല നല്ല വ്ളോഗ്സ് എല്ലാം ആയിട്ട് വരാം. അപ്പോൾ ടാറ്റാ ബൈ ബൈ അസ്സലാമു അലൈക്കും.